Hi students, welcome to Civil Tools PSC. ഇത് നമ്മൾ LSVT ഗ്രേഡ് 2 എക്സാമിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. PYQ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലിങ്ക് ഉണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിനൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ പോകുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 കിലോഗ്രാം ഈക്വൽ ടു ഡാഷ് LBS എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 1 കിലോഗ്രാം ഈക്വൽ ടു ഡാഷ് LBS എന്നാണ്. ഓപ്ഷനിൽ 2.502 LBS ഉണ്ട്, 2.205 LBS ഉണ്ട്, 2.052 LBS ഉണ്ട്, 2.520 LBS ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. 2.205 LBS ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ 1 കിലോഗ്രാം എന്ന് പറയുന്നതാണ് 2.205 LBS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1 കിലോഗ്രാം എന്ന് പറയുന്നത്, ഓക്കെ, 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ന്യൂട്ടൺ ആണ്? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇതുള്ള മറക്കൽ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 9.81 ന്യൂട്ടൺ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കമാൻഡ് യൂസ്ഡ് ഇൻ AutoCAD ഫോർ ഷോർട്ട് ഒബ്ജക്റ്റ് യൂസിങ് അതർ ഒബ്ജക്റ്റ്. ഓക്കെ, കമാൻഡ് യൂസ്ഡ് ഇൻ AutoCAD ഫോർ ഷോർട്ട് ഒബ്ജക്റ്റ് യൂസിങ് അതർ ഒബ്ജക്റ്റ് എന്നാണ്. ഓപ്ഷനിൽ ട്രിം ഉണ്ട്, ഇറൈസ് ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ട്രിം, ഇറൈസ്, ഡിലീറ്റ്, നൺ ഓഫ് ദീസ്. കമാൻഡ് യൂസ് ടു AutoCAD ഫോർ ഷോർട്ട് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഷോർട്ട് ഒബ്ജക്റ്റ് യൂസിങ് അതർ ഒബ്ജക്റ്റ്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. ട്രിം ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ് ഇൻ എ റോ ഓഫ് ബിൽഡിംഗ് ഷാൾ നോട്ട് എക്സീഡ്. ഓക്കെ, നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ് ഇൻ എ റോ ഓഫ് ബിൽഡിംഗ് ഷാൾ നോട്ട് എക്സീഡ്. ഓപ്ഷനിൽ 40 ഉണ്ട്, 30 ഉണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോഡ്ജ് പോലുള്ള ബിൽഡിങ്സിനെയാണ് ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 10 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ഡ്വെല്ലിംഗ് യൂണിറ്റ് നമ്മൾ ഈ ഒരു ലോഡ്ജിൽ കിച്ചൺ ഉണ്ടാകാതിരിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻ വരുന്നത് തന്നെയാണ് ഈ ഒരു ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ, നമ്മുടെ നിമിയിലെ ടെസ്റ്റിൽ അത് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റെസിഡൻഷ്യൽ ബിൽഡിങ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ അതിനെ തന്നെ സബ് ഡിവിഷൻ A1, സബ് ഡിവിഷൻ A2, അങ്ങനെ സബ് ഡിവിഷൻ A6 വരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെ. അതിൽ സബ് ഡിവിഷൻ A2 വരുന്നതാണ് ഈ ഒരു ഡ്വെല്ലിംഗ് യൂണിറ്റിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് ദ ട്രൂ മെറിഡിയൻ ഈസ് കാൾഡ്. ഓക്കെ, ദ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് എ ട്രൂ മെറിഡിയൻ ഈസ് കാൾഡ്. ഏതാണ്? ഓപ്ഷനിൽ അസിമുത്ത് ഉണ്ട്, മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിക്ലിനേഷൻ ഉണ്ട്, ഡിപ്പ് ഓഫ് നീഡിലുണ്ട്. ഓക്കെ, ഏതാണ് അവിടെ ആൻസർ? ആൻസർ ഏതാണടാ? ചോദിച്ചിരിക്കുന്നത് ലയനും ട്രൂ മെറിഡിയനും ആണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ? ഓപ്ഷൻ എ ആണ്, അസിമുത്താണ്. അല്ലെങ്കിൽ എന്തോന്ന് പറയാം, അസിമുത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? ട്രൂ ബിയറിംഗ് ആണല്ലേ? ട്രൂ ബിയറിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ട്രൂ ബിയറിംഗ് അല്ലെങ്കിൽ അസിമുത്താണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു പോർഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ട്രൂ ബിയറിംഗ് അല്ലെങ്കിൽ അസിമുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈനും സർവേ ലൈനും ട്രൂ മെറിഡിയനും തമ്മിലുള്ള മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ അസിമുത്ത് അല്ലെങ്കിൽ ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെയുള്ള മറ്റൊരു ടൈം എന്താണ്? മാഗ്നറ്റിക് ബിയറിംഗ് എന്താണ്? ഓക്കെ, മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സർവേ ലൈനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലല്ലേ? സർവേ ലൈനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേമാണ് ആർബിട്രറി ബിയറിംഗ്. ഓക്കെ, ആർബിട്രറി ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർബിട്രറി ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മുടെ സർവേ ലൈനും ആർബിട്രറി മെറിഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്നതാണ് ആർബിട്രറി ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സർവേ ലൈനും ആർബിട്രറി മെറിഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്നതിനെയാണ്
നമ്മുടെ ആർബിട്രറി ബിയറിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആർബിട്രറി മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർബിട്രറി മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള പോയിന്റിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത് അല്ലേ. ആർബിട്രറി മെറിഡിയൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് പോയിന്റിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത്. ഈ ഒരു ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ മറ്റൊരു പേര് പറയുന്നത് എന്നൊന്ന് അസ്യൂംഡ് മെറിഡിയൻ. ഓക്കെ, അസ്യൂംഡ് മെറിഡിയൻ. ഓക്കെ, അസ്യൂംഡ് മെറിഡിയൻ. അസ്യൂംഡ് മെറിഡിയൻ്റെ മറ്റൊരു പേരാണ് ആർബിട്രറി മെറിഡിയൻ. സർവേ ലൈനും ആർബിട്രറി മെറിഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആർബിട്രറി ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ മറ്റൊരു ടൈമാണ് നമ്മുടെ മാഗ്നറ്റിക് ഡീക്ലിനേഷൻ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് ഡീക്ലിനേഷൻ. മാഗ്നറ്റിക് ഡീക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് മാഗ്നറ്റിക് ഡീക്ലിനേഷൻ എന്ന് പറയുന്നത്. ആ ഒരു മാഗ്നറ്റിക് ഡീക്ലിനേഷനിൽ ബേസ് ചെയ്തിട്ട് വരുന്ന 2 പോയിന്റാണ് ഏതൊക്കെ? നമ്മുടെ ഐസോഗോണിക്. ഓക്കെ, ഐസോഗോണിക് ആൻഡ് അഗോണിക്. ഓക്കെ, ഐസോഗോണിക് ആൻഡ് അഗോണിക്. ഐസോഗോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം പോയിന്റിന് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐസോഗോണിക് എന്ന് പറയുന്നത്. എന്തിനാ ഐസോഗോണിക് എന്ന് പറഞ്ഞാൽ? ഐസോഗോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോഗോണിക് എന്ന് പറഞ്ഞാൽ സെയിം പോയിന്റിനെ കണക്ട് ചെയ്യുന്നതാണ്. അഗോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 വാല്യൂ വരുന്നത്. ഓക്കെ, സെയിം വാല്യൂ വരുന്ന പോയിന്റിനെ കണക്ട് ചെയ്യുന്നതാണ് ഐസോഗോണിക്. 0 വാല്യൂ വരുന്ന പോയിന്റിനെ കണക്ട് ചെയ്യുന്നതാണ് ഏതാ? അഗോണിക്. ഓക്കെ, അഗോണിക്. ഇത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? നമ്മുടെ മാഗ്നറ്റിക് ഡിക്ലിനേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അതിലുള്ള അതിലുള്ള ടൈമാണ് നമ്മുടെ ട്രൂ ബിയറിംഗ്. ഓക്കെ, ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു ഫോർമുലയുണ്ട്. ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിംഗ്. ഓക്കെ, മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണല്ലേ. മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ്. ഇതിൽ നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ ചില സിമ്പിൾ പ്രോബ്ലംസ് ചോദിക്കാം. ക്വസ്റ്റ്യനിൽ റെഡ്യൂസ്ഡ് ബിയറിംഗിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഹോൾ സർക്കിൾ ബിയറിംഗിലോട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് നമുക്ക് ഈസി. ഓക്കെ, അപ്പോൾ ട്രൂ ബിയറിംഗ് കാണാനുള്ള ഫോർമുല എന്താണ്? മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡീക്ലിനേഷൻ. ഓക്കെ, മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡീക്ലിനേഷൻ ആണ്. ഇനി ഈ ഒരു നമ്മുടെ ഡീക്ലിനേഷനിലെ തന്നെ വേരിയേഷൻസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് വേരിയേഷൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് വേരിയേഷൻസ്? ആദ്യത്തേതാണ് ഡൈറൂണൽ വേരിയേഷൻ അല്ലേ. ഡൈറൂണൽ വേരിയേഷൻ അതിനെ ആണ് നമ്മൾ എന്തോന്ന് കണക്കാക്കുന്നത്? ഡെയിലി വെച്ചിട്ട് കണക്കാക്കുന്നത്. ഡെയിലിയുള്ള വാല്യൂസ് നമ്മൾ വെച്ചിട്ട് കണക്കാക്കുന്നതാണ് ഡൈറൂണൽ വേരിയേഷൻ. അതിൻ്റെ വാല്യൂ എത്രയാണ്? അപ് ടു 10 മിനിറ്റ് ആണ് അല്ലേ. അപ് ടു 10 മിനിറ്റ് ആണ് ഡൈറൂണൽ വേരിയേഷൻ്റെ വാല്യൂ വരുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു വേരിയേഷനാണ് സെക്കുലാർ വേരിയേഷൻ അല്ലേ. സെക്കുലാർ വേരിയേഷൻ. ഓക്കെ, സെക്കുലാർ വേരിയേഷനൊക്കെ നമുക്ക് എങ്ങനെയാണ്? ലോങ് പീരീഡിൽ സംഭവിക്കുന്നതാണ്. ലോങ് പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? സെക്കുലാർ വേരിയേഷൻ്റെ വാല്യൂ വരുന്നത് 5 മിനിറ്റ് ടു 5 മിനിറ്റ് ടു 10 മിനിറ്റ് ആണ്. ഓക്കെ, സെക്കുലാർ വേരിയേഷൻ്റെ വാല്യൂ വരുന്നത് 5 മിനിറ്റ് ടു 10 മിനിറ്റ് ആണ്. ഇനി ആനുലാർ വേരിയേഷൻ ഉണ്ട്. ഓക്കെ, ആനുലാർ വേരിയേഷൻ ഉണ്ട്. അത് നമുക്കറിയാം 1 ഇയർ വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1 to 2 മിനിറ്റ്. ഓക്കെ, 1 to 2 മിനിറ്റ് ആണ് നമ്മുടെ ആനുവൽ വേരിയേഷനെ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം ഡൈറൂണൽ വേരിയേഷൻ അപ് ടു 10 മിനിറ്റ് ആണ്. നമ്മുടെ സെക്കുലാർ വേരിയേഷൻ ആണ് 5 മിനിറ്റ് ടു 10 മിനിറ്റ് വരുന്നത്. ആനുവൽ വേരിയേഷൻ വരുന്നത് 1 മിനിറ്റ് ടു 2 മിനിറ്റ് ആണ്. ഇനി ഏതാണുള്ളത്? ഇനി നമ്മുടെ ഇറഗുലർ വേരിയേഷൻ ഉണ്ടല്ലേ. ഇറഗുലർ വേരിയേഷൻ. ഓക്കെ, ഇറഗുലർ വേരിയേഷൻ്റെ വാല്യൂ എത്രയാണ്? 1 ഡിഗ്രി ടു 1 ഡിഗ്രി ടു 2 ഡിഗ്രി ആണല്ലേ. ഇറഗുലർ വേരിയേഷൻ്റെ വാല്യൂ വരുന്നത് 1 ഡിഗ്രി ടു 2 ഡിഗ്രിയാണ്. ഇറഗുലർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എർത്ത് വേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാരണങ്ങൾ കൊണ്ടാകുന്നതാണ് ഇറഗുലർ വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മുടെ വേരിയേഷൻ്റെ അത്രയും ഡീറ്റെയിൽസ് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് നോക്കാനുള്ള മറ്റൊരു ടൈമാണ് മാഗ്നറ്റിക് ഡിപ്പ്. ഓക്കെ, മാഗ്നറ്റിക് ഡിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിപ്പും ഹൊറിസോണ്ടലും. ഓക്കെ, മാഗ്നറ്റിക് നീഡിലും ഹൊറിസോണ്ടലോട്ട് മേക്ക് ചെയ്യുന്നതിനെയാണ് മാഗ്നറ്റിക് ഡിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നീഡിലും ഹൊറിസോണ്ടലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മുടെ ഡിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു മാഗ്നറ്റിക് ഡിപ്പിൻ്റെ കാര്യത്തിലും 2 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഐസോക്ലിനിക്. ഓക്കെ, ഐസോക്ലിനിക്കും അക്ലിനിക്കും. ഓക്കെ, ഐസോക്ലിനിക്കും അക്ലിനിക്കും അത് നമ്മൾ മറ്റു ടൈം പറഞ്ഞതുപോലെ തന്നെയാണ്.
ഐസോക്ലിനിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഐസോക്ലിനിക് എന്ന് പറഞ്ഞാൽ സെയിം വാല്യൂ വരുന്ന പോയിന്റ്സിനെ കണക്ട് ചെയ്തതാണ്. അക്ലിനിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 0 വാല്യൂ വരുന്ന പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഡിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഹൊറിസോണ്ടലോട്ട് മേക്ക് ചെയ്യുന്നതിനെയാണ് ആംഗിളിനാണ് മാഗ്നറ്റിക് ഡിപ്പ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു മാഗ്നറ്റിക് ഡിപ്പ് ഇക്വേറ്ററിൽ എത്രയായിരിക്കും അതിൻ്റെ വാല്യൂ? ഓക്കെ, ഇക്വേറ്ററിൽ 0 ആയിരിക്കും, പോൾസിൽ 90 ഡിഗ്രി ആയിരിക്കും. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഈ ഒരു മാഗ്നറ്റിക് ഡിപ്പിൽ തന്നെ വരുന്ന കാര്യമാണ് ഐസോക്ലിനിക്കും അക്ലിനിക്കും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കും. അതായത് നമ്മൾ നേരത്തെ ഐസോകോണിക്കും അഗോണിക്കും പറഞ്ഞല്ലേ, അത് ഏതിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്? നമ്മുടെ മാഗ്നറ്റിക് ഡീക്ലിനേഷനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഇത് രണ്ടും മാറിപ്പോകാതിരിക്കാൻ ഈ മാഗ്നറ്റിക് ഡിപ്പിനെ ഓർമ്മിക്കുക. ഓക്കെ, മാഗ്നറ്റിക് ഡിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഓക്കെ, മാഗ്നറ്റിക് ഡിപ്പ് എന്ന് പറഞ്ഞാൽ നീഡിലിനെ ബേസ് ചെയ്തിരിക്കുന്നു. ഈ നീഡിൽ ക്ലിനിക്കിലാണ് കാണുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഡിപ്പ് നീഡിലിനെ ബേസ് ചെയ്തിരിക്കുന്നു. ഈ നീഡിൽ ക്ലിനിക്കിലാണ് കാണുന്നത്. സോ മാഗ്നറ്റിക് ഡിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ടേമാണ് ഐസോക്ലിനിക്കും അക്ലിനിക്. ഓക്കെ, അങ്ങനെ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ഐസോക്ലിനിക്കും അക്ലിനിക്കും ഓർത്തിരിക്കുക. സെയിം വാല്യൂ വരുന്നതിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് ഐസോക്ലിനിക്ക്, 0 വാല്യൂ വരുന്നതിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് അക്ലിനിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഇൻ പ്ലെയിൻ ടേബിൾ സർവേയിങ് ഫോർ എ സ്മാൾ ഏരിയ ക്യാൻ ബി കമാൻഡഡ് ഫോർ എ സിംഗിൾ സ്റ്റേഷൻ ഫ്രം എ സിംഗിൾ സ്റ്റേഷൻ എന്നാണ്. ഓപ്ഷനിൽ ഇന്റർസെക്ഷൻ മെത്തേഡ് ഉണ്ട്, ട്രാവേഴ്സിങ് മെത്തേഡ് ഉണ്ട്, റേഡിയേഷൻ മെത്തേഡ് ഉണ്ട്, ആൾ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? സിംഗിൾ സ്റ്റേഷൻ ആണ് ആൻസർ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. റേഡിയേഷൻ മെത്തേഡാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു പ്ലെയിൻ ടേബിൾ സർവേയിൽ നമുക്ക് എത്ര മെത്തേഡ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എത്ര മെത്തേഡ് ഉണ്ട്? 4 മെത്തേഡാണ് നമുക്ക് ആ ഒരു പ്ലെയിൻ ടേബിൾ സർവേയിൽ നമുക്കുള്ളത്. ഏതൊക്കെയാണ് അതൊക്കെ? റേഡിയേഷൻ മെത്തേഡ് ഉണ്ട്, ഇന്റർസെക്ഷൻ മെത്തേഡ് ഉണ്ട്, ട്രാവേഴ്സിങ് മെത്തേഡ് ഉണ്ട്, റിസെക്ഷൻ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? റേഡിയേഷൻ മെത്തേഡ്, ഇന്റർസെക്ഷൻ മെത്തേഡ്, ട്രാവേഴ്സിങ് മെത്തേഡ്, മറ്റൊന്ന് ഏതാണ്? റിസെക്ഷൻ മെത്തേഡ്. ഓക്കെ, റിസെക്ഷൻ മെത്തേഡ്. ഈ ഒരു ഇന്റർസെക്ഷൻ മെത്തേഡിന്റെ മറ്റൊരു പേരാണ് ഏതാ? ഗ്രാഫിക്കൽ ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഓക്കെ, ഗ്രാഫിക്കൽ ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഓക്കെ, ഗ്രാഫിക്കൽ ട്രയാങ്കുലേഷൻ മെത്തേഡ്. ഇതിൽ നമ്മൾ ഈ ഒരു റേഡിയേഷൻ മെത്തേഡും ഇന്റർസെക്ഷൻ മെത്തേഡുമാണ് നമ്മൾ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ട്രാവേഴ്സിങ്ങും നമ്മുടെ റിസെക്ഷനും ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു റേഡിയേഷൻ, ഓക്കെ, ഈ ഒരു റേഡിയേഷൻ മെത്തേഡ് നമ്മൾ സിംഗിൾ സ്റ്റേഷൻ, ഓക്കെ, സിംഗിൾ സ്റ്റേഷനിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് ആ ഒരു സിംഗിൾ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്ലോട്ടിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, പ്ലോട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ റേഡിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇന്റർസെക്ഷൻ ആണെങ്കിൽ, ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ മെത്തേഡ് ആണെങ്കിൽ അവിടെ ഒരു ഇന്നാക്സസിബിൾ പോയിന്റ് ആയിരിക്കും. അതായത് 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്നാക്സസിബിൾ പോയിന്റ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയുള്ള കണ്ടീഷനിൽ പ്ലോട്ട് ചെയ്യാനാണ് നമ്മൾ ഇന്റർസെക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ട്രയാങ്കുലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ട്രാവേഴ്സിങ് ആണെങ്കിലോ, ട്രാവേഴ്സിങ്ങും റിസെക്ഷനും ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ കണ്ടുപിടിക്കാനാണ്. അതിൽ നോൺ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനാണെങ്കിൽ ട്രാവേഴ്സിങ്ങും, അൺനോൺ ലൊക്കേറ്റ് ചെയ്യാനാണെങ്കിൽ റിസെക്ഷനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു അൺനോൺ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന നോൺ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും അത് വരുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ആണ്. ട്രാവേഴ്സിങ് ആണെങ്കിൽ നോൺ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനും, നമ്മുടെ റിസെക്ഷൻ ആണെങ്കിൽ അൺനോൺ ലൊക്കേറ്റ് ചെയ്യുവാനുമാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു റിസെക്ഷനിൽ തന്നെ, റിസെക്ഷൻ പറയുമ്പോൾ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യങ്ങളുണ്ട്. അതിൽ 2 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ്? 2 പോയിന്റ് പ്രോബ്ലവും 3 പോയിന്റ് പ്രോബ്ലവും ഉണ്ടല്ലോ. 2 പോയിന്റ് പ്രോബ്ലം ഉണ്ട്, 3 പോയിന്റ് പ്രോബ്ലം ഉണ്ട്. അതിൽ 2 പോയിന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 2 പോയിന്റിനെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. 3 പോയിന്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 3 പോയിന്റിന് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. ഇതിൽ നമ്മൾ 3 പോയിന്റ് പ്രോബ്ലമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ആ 3 പോയിന്റ് പ്രോബ്ലത്തിൽ 3 മെത്തേഡ് ഉണ്ടല്ലേ. 3 പോയിന്റ് പ്രോബ്ലത്തിൽ 3 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ് ആ മെത്തേഡ്? ഓക്കെ, ഏതൊക്കെയാണോ? മെക്കാനിക്കൽ മെത്തേഡ്. ഓക്കെ, മെക്കാനിക്കൽ മെത്തേഡ്, അതുപോലെ തന്നെ ബെസൽസ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, ബെസൽസ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. അതുപോലെ മറ്റൊരു മെത്തേഡ് ഏതാണ്? ലേഹ്മാൻസ് മെത്തേഡ്. ലേഹ്മാൻസ് മെത്തേഡ്. ഓക്കെ, ലേഹ്മാൻസ് മെത്തേഡ്. ഇതിന് ഈ ഒരു മെക്കാനിക്കൽ മെത്തേഡിനെയാണ് മറ്റൊരു പേര് എന്താണ്? ട്രേസിംഗ് പേപ്പർ. ഓക്കെ, ട്രേസിംഗ് പേപ്പർ അല്ലെങ്കിൽ ട്രേസിംഗ് ക്ലോത്ത് എന്ന് പറയും. ഓക്കെ, ട്രേസിംഗ് പേപ്പർ അല്ലെങ്കിൽ
ട്രേസിംഗ് ക്ലോത്ത് മെത്തേഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ബെസൽസ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, ലാഹ്മാൻസ് മെത്തേഡ്. ഓക്കെ, ലാഹ്മാൻസ് മെത്തേഡിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ്. ഓക്കെ, ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും ആ ഒരു ടൈം കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ആ ഒരു മെത്തേഡ് 3 മെത്തേഡ് ഉണ്ട്. മെക്കാനിക്കൽ അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പർ അല്ലെങ്കിൽ ട്രേസിംഗ് ക്ലോത്ത് മെത്തേഡ്, ബെസൽസ് ഗ്രാഫിക്കൽ മെത്തേഡ്, ലാഹ്മാൻസ് അല്ലെങ്കിൽ ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ്. ഓക്കെ, ദെൻ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ ലെങ്ത് ഓഫ് സ്റ്റെയർ ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലൂഡിംഗ് ലാൻഡിംഗ് ഈസ് നോൺ ആസ്. ഏതാണ് ക്വസ്റ്റ്യൻ? ശ്രദ്ധിച്ച് നോക്കുക. ടോട്ടൽ ലെങ്ത് ഓഫ് സ്റ്റെയർ ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലൂഡിംഗ് ലാൻഡിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഫ്ലൈറ്റ് ഉണ്ട്, ഗോയിങ് ഉണ്ട്, സ്കോട്രിയ ഉണ്ട്, റൺ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്ടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, റൺ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് സ്റ്റെപ്പാണല്ലേ. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സീരീസ് ഓഫ് സ്റ്റെപ്പാണ്, അതിൽ നമ്മുടെ ലാൻഡിങ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോയിങ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പം ഇതൊരു ത്രെഡാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു ത്രെഡാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ റൈസ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ റൈസ് വരുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ ഇവിടെ നിന്ന് ഇങ്ങനെ റൈസ് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൈസിൻ്റെ ഈ ഒരു ലെവൽ മുതൽ ഈ ഒരു റൈസിൻ്റെ ഇതുവരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ, ആ ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ആ ഒരു ത്രെഡിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? നോസിങ് എന്ന് പറയുന്നത്. ആ നോസിങ്ങിൻ്റെ അടിഭാഗത്ത് വരുന്ന പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്കോട്ടിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെയർ ആയിക്കോട്ടെ, ബ്രിക്ക് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ടെക്നിക്കൽ ടേംസ് എല്ലാം നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഷോർട്ട് കീ ഫോർ റിമൂവ് ഇറ്റാലിക് ഫോർമാറ്റ് ഫോർ സെലക്ട് ടെക്സ്റ്റ്. ഇറ്റാലിക് ഫോർമാറ്റ് റിമൂവ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷനിൽ Ctrl+B ഉണ്ട്, Ctrl+I ഉണ്ട്, Ctrl+U ഉണ്ട്, Ctrl+A ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? സിമ്പിളാണ്, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, Ctrl+I ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പെയിൻറ്റിങ് PVCN മീൻസ്. ഓക്കെ, PVCN മീൻസ് ഏതാണ്? ഓപ്ഷനിൽ പിഗ്മെന്റ് വാല്യൂ കോൺസെൻട്രേഷൻ നമ്പർ ഉണ്ട്, പിഗ്മെന്റ് വോളിയം കോണ്ടന്റ് നമ്പർ ഉണ്ട്, പിഗ്മെന്റ് വോളിയം കോൺസ്റ്റന്റ് നമ്പർ ഉണ്ട്, പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ്, പിഗ്മെന്റ് വോളിയം കോൺസെൻട്രേഷൻ നമ്പർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു PVCNൽ നമുക്ക് കുറച്ച് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേതാണ് 25 to 25 to 40 എന്ന് പറയുന്നത് ഏതിൻ്റെ വാല്യൂ ആണ്? മെറ്റലിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, മെറ്റൽസിൻ്റെ വാല്യൂ ആണ് മെറ്റൽ. ഓക്കെ, മെറ്റലിൻ്റെ വാല്യൂ ആണ് 25 to 40 എന്ന് പറയുന്നത്. ഇനി ഇവിടെ 28 to 40 ഉണ്ട്, 28 to 40 ഉണ്ട്. അത് എക്സ്റ്റീരിയർ പെയിൻ്റ് ആണ്. ഓക്കെ, എക്സ്റ്റീരിയർ സർഫേസ് ഓഫ് ഹൗസ് ആണ്. ഓക്കെ, എക്സ്റ്റീരിയർ സർഫേസ് ഓഫ് ഹൗസ് ആണ്. ഓക്കെ, എക്സ്റ്റീരിയർ സർഫേസ് ഓഫ് ഹൗസ് ആണ്, അതിൻ്റെ വാല്യൂ ആണ് 28 to 40. ഇത് രണ്ടും ഒരു പെയറായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, 25 to 40 എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, 28 to 40 എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ സർഫേസ് ആണ്. ഇനി അടുത്ത് വരുന്നത് 35 to 35 to 40 വരുന്നുണ്ട്, അതുപോലെ തന്നെ 35 to 45 വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ 35 to 40 എന്ന് പറയുന്നത് വുഡനാണ്. ഓക്കെ, 35 to 40 എന്ന് പറയുന്നത് ഏതിൻ്റെ വാല്യൂ ആണ്? വുഡണിൻ്റെ വാല്യൂ ആണ് 35 to 40. 35 to 45 വരുന്നത് സെമി ഗ്ലോസ് പെയിൻ്റ് ആണ്. ഓക്കെ, ഏതാണ്? സെമി ഗ്ലോസ് പെയിൻറ്. ഓക്കെ, സെമി ഗ്ലോസ് പെയിൻറ്റിൻ്റെ വാല്യൂ ആണ് 35 to 45 വരുന്നത്. ഇനി ഒരു വാല്യൂ കൂടെ ഉള്ളൂ നമുക്ക് 50 to. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. 50 to 75 എന്ന് പറയുന്നത് ഏതാണ്? ഫെയിൻറ്റ് പെയിൻ്റ് ആണ്. ഓക്കെ, ഫെയിൻറ്റ് പെയിൻറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ 50 to 75 എന്ന് പറയുന്നത്. ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോവുക. 25 to 40 എന്ന് പറഞ്ഞാൽ മെറ്റലാണ്, 28 to 40 എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയർ സർഫേസ് ഓഫ് ഹൗസ് ആണ്. ദെൻ 35 to 40 എന്ന് പറഞ്ഞാൽ വുഡൺ ആണ്. 35 to 45 എന്ന് പറഞ്ഞാൽ സെമി ഗ്ലോസ് പെയിൻ്റ് ആണ്. ഓക്കെ, 35 to 45 എന്ന് പറഞ്ഞാൽ സെമി ഗ്ലോസ് പെയിൻ്റ് ആണ്. 50 to 75 എന്ന് പറഞ്ഞാൽ ഫെയിൻറ്റ് പെയിൻ്റ് ആണ്. ഓക്കെ, 50 to 75 എന്ന് പറഞ്ഞാൽ ഫെയിൻറ്റ് പെയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ സീരിയൽ സിസ്റ്റം ദ യൂണിറ്റ് ഓഫ് മാസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. ഏതാണ്? ഓപ്ഷനിൽ LBS ഉണ്ട്, ഗ്രാം ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, ന്യൂട്ടൺ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, ഗ്രാം ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രോസസ് അഡോപ്റ്റഡ് ടു മേക്ക് സ്റ്റീൽ ടു സോഫ്റ്റ്. സ്റ്റീലിനെ സോഫ്റ്റ് ആക്കുന്ന
സോഫ്റ്റ് ആക്കാൻ അഡോപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഏതെന്നാണ്. ഓപ്ഷനിൽ അനീലിംഗ് ഉണ്ട്, നോർമലൈസിംഗ് ഉണ്ട്, ഹാർഡനിങ് ഉണ്ട്, ടെമ്പറിംഗ് ഉണ്ട്. ഓക്കെ, ഏതാണ് സ്റ്റീലിനെ സോഫ്റ്റ് ആകുന്ന പ്രോസസ്സ് ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അനീലിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സ്റ്റീലിനെ സോഫ്റ്റ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അനീലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അതിന് റിവേഴ്സിംഗ് ആയിട്ടുള്ള, അതായത് സ്റ്റീലിനെ ഹാർഡാക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഹാർഡനിങ് ആണല്ലേ. സ്റ്റീലിനെ ഹാർഡാക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഹാർഡനിങ് ആണ്. സ്റ്റീലിനെ ഹാർഡാക്കുന്ന പ്രോസസ്സ് ഹാർഡനിങ് ആണ്. ഈ ഒരു ഹാർഡനിങ് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മിക്കുന്ന മറ്റൊരു 2 ടേം ഉണ്ട്. സോക്കിംഗ് പ്രോസസ്സ്. ഓക്കെ, സോക്കിംഗ് പ്രോസസ്സും അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് കൊഞ്ചിങ്. ഓക്കെ, ഈ ഒരു സോക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റീലിനെ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തതിന് ശേഷം അതേ കണ്ടീഷനിൽ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കും. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സോക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ആ ഒരു സോക്കിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റീലിനെ കൂള് ചെയ്യും. ഓക്കെ, കൂള് ചെയ്യും. ആ കൂള് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? കൊഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, കൂള് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? കൊഞ്ചിങ് എന്ന് പറയുന്നത്. കൂള് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൊഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡക്റ്റിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റീലിനെ ഡക്റ്റിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെമ്പറിംഗ് എന്ന് പറയുന്നത്. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീലിനെ ഇനീഷ്യൽ സ്റ്റേജിലോട്ട് നോർമലൈസ് ചെയ്യുന്നതിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഓർമ്മിക്കേണ്ട മറ്റൊരു പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീലിലുള്ള കാർബൺ കണ്ടന്റ് എത്രയാണ്? കാർബൺ കണ്ടന്റ് 0.25 to 1.5% ആണ്. ഓക്കെ, കാർബൺ കണ്ടന്റ് എത്രയാണ്? 0.25 to 1.5% ആണ്. അതുപോലെ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ബെസീമർ പ്രോസസ് ആണ്. സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ബെസീമർ പ്രോസസ് ആണ്. ഓക്കെ, അത്തരം കാര്യങ്ങൾ അവിടെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ നിമിയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉൾപ്പെടെയുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഫ്രീ വീഡിയോസും അവൈലബിൾ ആണ്. ആ ഫ്രീ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ 59 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ലെഡ് ഈസ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ലെഡ് എത്രയാണ്? ഓപ്ഷനിൽ 655 to 455 ഡിഗ്രി ഉണ്ട്, 410 to 510 ഉണ്ട്, 320 to 330 ഉണ്ട്, 200 to 210 ഉണ്ട്. ഓക്കെ, ആ ഒരു റേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 320 to 330 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ലെഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഏരിയ ഓഫ് ആൻ എലിപ്സ്. ഓപ്ഷനിൽ π/2 ഇൻറ്റു മേജർ ആക്സിസ് ഇൻറ്റു മൈനർ ആക്സിസ് ഉണ്ട്, π/3 ഇൻറ്റു മേജർ ആക്സിസ് ഇൻറ്റു മൈനർ ആക്സിസ് ഉണ്ട്, π/3 ഇൻറ്റു പെരിമീറ്റർ ഉണ്ട്, π/4 ഇൻറ്റു മേജർ ആക്സിസ് ഇൻറ്റു മൈനർ ആക്സിസ് ഉണ്ട്. ഓക്കെ, ഏതാണ്? ഏരിയ ഓഫ് എലിപ്സ് ആണ്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. π/4 ഇൻറ്റു മേജർ ആക്സിസ് ഇൻറ്റു മൈനർ ആക്സിസ് ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു നമ്മുടെ എലിപ്സിൻ്റെ ഏരിയ കാണാനുള്ള സ്റ്റാൻഡേർഡ് ഫോർമുല ഏതാണ്? എലിപ്സിൻ്റെ ഏരിയ കാണാനുള്ള സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത് ഏരിയ ഈക്വൽ ടു പൈ ഇൻറ്റു എ ഇൻറ്റു ബി ആണല്ലേ. പൈ ഇൻറ്റു എ ഇൻറ്റു ബി ആണ്. അതിൽ എ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസും ബി എന്ന് പറഞ്ഞാൽ സെമി മൈനർ ആക്സിസും ആണല്ലേ. സെമി മൈനർ ആക്സിസും ആണ്. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോർമുല. ഇനി പരാബോള. ഓക്കെ, പരാബോളയുടെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? പരാബോളയുടെ ഏരിയ കാണാനുള്ള ഫോർമുല 2/3 BH ആണ്. 2/3 BH ആണ് പരാബോളയുടെ ഏരിയ കാണാനുള്ള ഫോർമുല. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് ഫോർമുലയും ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ വൈസ് ചോദിച്ചിരിക്കുന്ന ആ ഒരു ഫോർമുലയോടെ ഓർത്ത് വെച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. മാക്സിമം സ്പാൻ ഓഫ് ലീൻ ടു റൂഫ്. ഓക്കെ, മാക്സിമം സ്പാൻ ഓഫ് ലീൻ ടു റൂഫ് എത്രയാണ്? ഓപ്ഷനിൽ 2.4 മീറ്റർ ഉണ്ട്, 2.6 മീറ്റർ ഉണ്ട്, 2.10 മീറ്റർ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഏതാണ്? ആൻസർ ഏതാണ്? മാക്സിമം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2.4 മീറ്റർ ആണ് ലീൻ ടു റൂഫിൻ്റെ മാക്സിമം സ്പാൻ എന്ന് പറയുന്നത്. ഇവിടെ ലീൻ ടു റൂഫിന് മറ്റ് പേരുണ്ട്, അത് ഓർത്തിരിക്കുക. പെൻഡ്. ഓക്കെ, പെൻഡ് അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് അലൈസ് എന്ന് പറയാം. സോറി, അലൈസ് അല്ല, ഐസ്. ഓക്കെ, AISLE, ഐസൽ. ഓക്കെ, അപ്പം ഈ 2 പേര് കൂടെ
അവിടെ ഓർത്ത് വെച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് കോർണിക്സ്. നമ്മൾ കോർണിക്സിൻ്റെ മെഷർമെൻറ്റ് യൂണിറ്റ് ഏതാണ്? ഓപ്ഷനിൽ സ്ക്വയർ മീറ്റർ ഉണ്ട്, ക്യൂബിക് മീറ്റർ ഉണ്ട്, സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, മീറ്റർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, കോർണിക്സും കോർബലും മാറിപ്പോകല്. കോർണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർണമെന്റൽ കോഴ്സ് ആണല്ലേ. ഓർണമെന്റൽ കോഴ്സിനെയാണ് നമ്മൾ കോർണിക്സ് എന്ന് പറയുന്നത്. കോർബലാണ്. ഓക്കെ, കോർബലിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പ്രൊജക്റ്റിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത്. പ്രൊജക്റ്റിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോർബലിനെയാണ്. കോർണിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓർണമെന്റൽ കോഴ്സ് ആണ്. ഓക്കെ, ഓർണമെന്റൽ കോഴ്സിനെയാണ് നമ്മൾ കോർണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ഓഫ് 1 hecto. 1 hectoയുടെ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ആണ് ഓപ്ഷനിൽ 10⁴ ആണ് കേട്ടോ. 10⁴ ആണ് അത്. 10⁴, അതുപോലെ 10⁵, 10⁵2, അതുപോലെ 10⁶. ഓക്കെ, ഇതിനേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, 10⁵2 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ഡിസ്മാൻഡിൽഡ് ഈസ് നോൺ ആസ്. ഓക്കെ, ദ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ഡിസ്മാൻഡിൽഡ്. ഓക്കെ, ഏതാണ്? ഓപ്ഷനിൽ ബുക്ക് വാല്യൂ ഉണ്ട്, മാർക്കറ്റ് വാല്യൂ ഉണ്ട്, സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, സാൽവേജ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, സാൽവേജ് വാല്യൂ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു സാൽവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്മാൻഡിൽഡ് ആയ, ഓക്കെ, ഡിസ്മാൻഡിൽഡ് മെറ്റീരിയലിൻ്റെ വാല്യൂ ആണല്ലേ. ഡിസ്മാൻഡിൽഡ് മെറ്റീരിയലിൻ്റെ വാല്യൂ ആണ് എന്തോന്ന് പറയുന്നത്? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു വീട് സെയിൽ ചെയ്യാൻ പോകുമ്പോൾ അറ്റ് പ്രസൻറ്റിൽ ആ ഒരു പ്ലോട്ടിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ. ഓക്കെ, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂവിനെയാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇനി സ്ക്രാപ്പ് വാല്യൂ ഞാൻ പറഞ്ഞു, ഡിസ്മാൻഡിൽഡ് മെറ്റീരിയലിൻ്റെ വാല്യൂവിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു സ്ക്രാപ്പ് വാല്യൂവിന് അതർ നെയിം ഉണ്ട്. ഓക്കെ, സ്ക്രാപ്പ് വാല്യൂവിൻ്റെ അതർ നെയിമാണ് ഡീമോളിഷ്ഡ് വാല്യൂ. ഓക്കെ, ഡീമോളിഷ്ഡ് വാല്യൂ അല്ലെങ്കിൽ മറ്റൊരു പേരുടെ കൂടെയുണ്ട്, ജങ്ക് വാല്യൂ എന്ന് പറയും. ഓക്കെ, ഡീമോളിഷ്ഡ് വാല്യൂ അല്ലെങ്കിൽ ജങ്ക് വാല്യൂ എന്ന് ഈ ഒരു സ്ക്രാപ്പ് വാല്യൂവിന് അതർ നെയിംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 59 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.